ഈ ഗോവിന്ദ മാഷയുടെ കാര്യം വരുമ്പോൾ പാർട്ടിക്കാർക്കിടെ ഇടയിൽ പോലും അവരെക്കുറിച്ച് പോസിറ്റീവായ ഒരു ഇമേജ് ഉണ്ട് എന്ന് ആരും കരുതുന്നില്ല. ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടിക്ക് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പം അതും ഇതും ഒരുമിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാനും പറ്റുള്ളൂ. കണ്ണൂരിൽ ഞങ്ങൾ ആര് നിർത്തിയാലും ഞങ്ങൾക്ക് അവരെ ജയിപ്പിക്കാൻ പറ്റും എന്ന ഒരു ധാരണ പാർട്ടിക്കുണ്ട്. പക്ഷെ പല ഘട്ടങ്ങളിലും അത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പടിവാതിൽ എത്തിയിരിക്കുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണമെന്ന് സംബന്ധിച്ച് ചൂടുപിടിച്ച ചർച്ചകളിലാണ്. ഇതിനിടയിൽ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ സ്ഥാനാർത്ഥി ചർച്ച വലിയ വാർത്തയായിരിക്കുകയാണ്. CPM-ന്റെ അണികൾക്കിടയിൽ പോലും വലിയ അമ്പരപ്പുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരി MLA-യും നിലവിൽ സ്പീക്കറുമായിട്ടുള്ള AN ഷംസീറിന് പകരം കാരായി രാജനും, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ CPM-ന്റെ MLA-യും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള FV ഗോവിന്ദന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ PK ശ്യാമളയെയും മത്സരിപ്പിക്കണം എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇത് പാർട്ടി അണികൾക്കിടയിൽ പോലും വലിയ അമ്പരപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും CPM ഇത്തരത്തിൽ ചില ആളുകളെ സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. കുടുംബ പാരമ്പര്യം, അല്ലെങ്കിൽ മിസ്സിസിനെ മത്സരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മക്കളെ മത്സരിപ്പിക്കുന്നത്, ഇതേക്കുറിച്ചൊക്കെ വലിയൊരു കാലയളവ് പാർട്ടി ചർച്ച ചെയ്യുകയും വേണ്ട എന്ന് വെച്ച കാര്യങ്ങളാണ്. പക്ഷെ EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് മകൻ മത്സരിച്ചു, ദയനീയമായി തോറ്റുപോയി. അതൊരു വശത്തുണ്ട്. പക്ഷെ ഈ ഗോവിന്ദ മാഷയുടെ കാര്യം വരുമ്പോൾ പാർട്ടിക്കാർക്കിടെ ഇടയിൽ പോലും അവരെക്കുറിച്ച് പോസിറ്റീവായ ഒരു ഇമേജ് ഉണ്ട് എന്ന് ആരും കരുതുന്നില്ല. കാരണം അതിന് ഒന്നാമത് അവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല. രണ്ടാമത് അവിടെ സാജൻ എന്ന ഒരാളുടെ ആത്മഹത്യ, ആത്മഹത്യ ചെയ്തത് ആരും പറഞ്ഞതുകൊണ്ടല്ല. അയാൾ സാങ്കേതികമായിട്ട് ഹി വാസ് കോട്ട് ഇൻ എ ടൈറ്റ് കോർണർ. കാരണം ആഫ്രിക്കൻ കൺട്രീസിൽ പോയി ഒരുപാട് കാലം അധ്വാനിച്ചു, ഒരു ഓഡിറ്റോറിയം പണിതു അദ്ദേഹം. അതിന് P ജയരാജനൊക്കെ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ മോറൽ സപ്പോർട്ടും കൊടുത്തു. പക്ഷെ ഈ ഓഡിറ്റോറിയം മുനിസിപ്പാലിറ്റി സാങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ വർക്ക് ഏതർത്ഥത്തിലാണ് കംപ്ലീറ്റ് ചെയ്തത്? ഏത് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്താലും 100% അത് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇതിന്റെ ബിൽഡിങ്ങിലും അതിന്റെ ഫിനിഷിലൊക്കെ ചില ഡിഫക്റ്റ് കണ്ടേക്കും. ഡിഫക്റ്റിന്റെ പേരിൽ സാങ്ഷൻ ചെയ്യാതെ ഇത് നീണ്ടു പോകുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് അങ്ങനെ കൂടി വരുന്നു. യഥാർത്ഥത്തിൽ അത് P ജയരാജനെ ഒപ്പോസ് ചെയ്തവരും തമ്മിലുള്ള ഒരു കളി കൂടിയാണെന്നുള്ള വ്യാഖ്യാനവും വന്നിട്ടുണ്ട്. ഏതായാലും സാജൻ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്തതോടുകൂടി സാജന്റെ ഭാര്യയെ ഡിമോറലൈസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും പോസ്റ്ററുകളും ഒക്കെ വന്നു. അവരുടനെ ലീഗലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നീട് അവർ വിഡ്രോ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ശ്യാമള ഇത്രയൊരു ഷുവർ ബെറ്റ് സീറ്റിൽ മത്സരിക്കുമ്പോൾ അവിടെയുള്ള പ്രത്യേകിച്ച് ഒരു കേഡർ രാഷ്ട്രീയത്തിൽ പാർട്ടി അർദ്ധരാത്രിക്ക് പകലാണെന്ന് പറഞ്ഞാൽ അത് പകല് തന്നെ എന്ന് സമ്മതിക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയിൽ പോലും അഭിപ്രായ ഭിന്നതയുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടിക്ക് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പൊ അതും ഇതും ഒരുമിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാനും പറ്റുള്ളൂ. ഇതും പാർട്ടിക്ക് നേട്ടമല്ല, കോട്ടമാണ് ഉണ്ടാക്കുക. ഷംസീറിന് തലശ്ശേരി സീറ്റില്ല, പകരം വരുന്നത് കാരായി രാജനാണ്. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ദീർഘകാലം നിയമയുദ്ധം നടത്തി ഫസൽ വധത്തിൽ, അതിനുശേഷം അടുത്ത കാലത്ത് പുറത്തു വന്ന വ്യക്തികളാണ്. അപ്പൊ അവരെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ കഴിയുള്ളൂ. ഇത്തരത്തിൽ ഒരു വശത്ത് പറഞ്ഞ പോലെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു, മറുവശത്ത് ജയിൽ മോചിതരായ ആളുകളെ മത്സരിപ്പിക്കുന്നു. അപ്പൊ കണ്ണൂരിൽ പാർട്ടിക്ക് എന്തും നടക്കും എന്നുള്ളതാണോ? അതെ, കണ്ണൂരിൽ ഞങ്ങൾ ആര് നിർത്തിയാലും ഞങ്ങൾക്ക് അവരെ ജയിപ്പിക്കാൻ പറ്റും എന്ന ഒരു ധാരണ പാർട്ടിക്കുണ്ട്. പക്ഷെ പല ഘട്ടങ്ങളിലും അത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭ ഇലക്ഷനിൽ 4 തവണ കണ്ണൂർ പിടിച്ചെടുത്തിരുന്നു. ഇനിയിപ്പം കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ സുധാകരനാണ് നേരിട്ടിറങ്ങുന്നത്. അൺപ്രഡിക്റ്റബിൾ ആണ്, എന്ത് സംഭവിക്കുന്ന അറിയില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ സുധാകരനെതിരായിട്ട് ലോക്സഭയിൽ ജയരാജനെ ഇറക്കി. പക്ഷെ 1,07,000 വോട്ടിനാണ് ജയരാജൻ തോറ്റത്. അപ്പൊ കണ്ണൂരിൽ അൺകോൺകറബിൾ ആണ്
ആ CPM-ന്റെ റെഡ് ഫോർട്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ ഉറച്ച വോട്ട് കൊണ്ട് മാത്രം കണ്ണൂരിൽ ഒരു മണ്ഡലത്തിലും ജയിക്കാൻ കഴിയില്ല. ഈ ഫ്ലോട്ടിംഗ് വോട്ട്, അനുഭാവ വോട്ടുകളും കൂടി വേണം. അനുഭാവ വോട്ടുകൾ കിട്ടണമെങ്കിൽ അതിനുകൂടി ഉതകുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരിക്കണം.